എല്ലാവർക്കും നമസ്കാരം. എറണാകുളത്തേക്ക് വന്നിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞു ഇന്നത്തേക്ക്. അപ്പോൾ ഇന്ന് ആദ്യമായിട്ടാണ് ഒരു ഹോംലി ഫുഡ് കഴിക്കുന്നത് ഉച്ചക്ക്. അപ്പം പെരുമ്പാവൂരിനടുത്ത് മേദല എന്ന സ്ഥലത്തു നിന്നാണ് ഭക്ഷണം കഴിച്ചത്. ശ്രീരാജിൻ്റെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഈ ട്രെയിനിങ് ക്ലാസ്സിനൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല നല്ല മുന്തിയ ഹോട്ടലിലൊക്കെയാണ് പലരും എന്നെ കൂട്ടിക്കൊണ്ടുപോകുക. എന്നിട്ട് അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാനെപ്പോഴും ആഗ്രഹിക്കുന്നത് വെച്ചാൽ നമുക്ക് വീട്ടിൽ നിന്ന് കുറച്ച് കറികളൊക്കെ ആയിട്ട് നല്ല നല്ല ഹോംലി ഫുഡൊക്കെ കിട്ടുമല്ലോ. അത് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. ഇന്ന് ശരിക്കും ആ ആഗ്രഹം സാധിച്ചു. ശ്രീരാജ് എന്നോട് ചോദിച്ചു നമുക്ക് വീട്ടിൽ നിന്ന് കഴിച്ചാലോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പം മോരൊക്കെ കൂട്ടി എന്താ പറയണ്ടേ, പച്ചടിയും അച്ചാറും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി സദ്യയൊക്കെ ആയിരുന്നു ശ്രീരാജിൻ്റെ വീട്ടിൽ. അപ്പോൾ ആർട്ട് ഓഫ് ഡ്രൈവിങ്ങിൻ്റെ ക്ലാസ് എറണാകുളത്ത് നടക്കുന്നത് ഒരു മാസമായി. പലർക്കും പിന്നെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. പലരുടെയും ഫീഡ്ബാക്ക് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തത് ശ്രീരാജാണ്. ശ്രീരാജിനെ പറ്റിയിട്ട് ശ്രീരാജിനെ പറയും, എവിടെയാണ് വർക്ക് ചെയ്യുന്ന ഡീറ്റെയിൽസ് ഒക്കെ പറയും. അപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് ഡ്രൈവിങ്ങിൽ ഉണ്ടായതെന്നും പറയും. എങ്ങനെയുണ്ടായിരുന്നു ശ്രീരാജ്? എവിടെയാണ് വർക്ക് ചെയ്യുന്നത് അതൊക്കെ പറയും. പെരുമ്പാവൂര് തന്നെയുള്ള ജ്വല്ലറി KP ചാക്കോ എന്ന് പറയും. ജ്വല്ലറി സെയിൽസ്മാനായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ. ചേട്ടൻ്റെ വീഡിയോസ് ഞാൻ വർഷങ്ങളായിട്ട് കാണുന്നുണ്ട്. അപ്പൊ വണ്ടി എടുത്തപ്പോൾ ഒരു ആഗ്രഹമാണ് ചേട്ടനോട് ഒരു ദിവസം ഡ്രൈവിങ്ങിന്റെ ക്ലാസ്സിൽ പങ്കെടുക്കണം എന്നൊക്കെ. വീഡിയോ സത്യത്തിൽ ഞാൻ ഇത് കൊടുക്കണമെന്ന് വിചാരിച്ചല്ല. ഫീഡ്ബാക്ക് തരണം എന്ന് പറയുമ്പോൾ വേണോന്ന് ചോദിച്ചു. അതെ, ഫീഡ്ബാക്ക് കൊടുക്കാൻ എനിക്ക് താല്പര്യം കുറവുണ്ടായിരുന്നു. പിന്നെ ഈ വീഡിയോസ്, ചേട്ടൻ്റെ വീഡിയോസ് കാണുമ്പോൾ ഇപ്പം ഈ ഇടക്കാലത്ത് ഒന്ന് രണ്ട് കമൻറ്റുകൾ ഈ വീഡിയോസിൽ ഞാൻ കണ്ടിരുന്നു. ചേട്ടൻ സുന്ദരിമാർക്ക് മാത്രമാണ് ക്ലാസ് കൊടുക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ ചോദിച്ചു എങ്ങനെയാണ് അതിൻ്റെ വസ്തുത എന്താണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് അങ്ങനെയല്ലാന്ന് നിങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടെന്ന് കൂടിയാണ് ഈ ഒരു ഇതിനകത്ത് ഞാൻ ഭാഗമായത്. അല്ലെങ്കിൽ വീഡിയോ ഫീഡ്ബാക്ക് കൊടുക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതായിരുന്നു. അത് പഠിപ്പിക്കണ മോശമായതുകൊണ്ടൊന്നല്ല കേട്ടോ. ഇതിൻ്റെ ഒരു മെയിൻ ചമ്മൽ തന്നെയാണ് മെയിൻ റീസൺ. ചമ്മൽ പലർക്കും ഉണ്ട്. ഇപ്പോഴാണ് പഠിക്കണേന്നൊക്കെ നാളെ ഒരാൾ നമ്മുടെ കൂട്ടുകാരൊക്കെ വിചാരിക്കും, ഇവൻ ഇത്രയും കാലമായിട്ട് ഡ്രൈവിംഗ് പഠിച്ചില്ലേ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത എനിക്കും ഉണ്ടായിരുന്നു. പിന്നെ അതല്ല, വേറെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇപ്പം ഈ ശ്രീരാജ് ആക്ച്വലി എൻ്റെ ചാനലൊക്കെ കണ്ട് പിന്നെ ഒരുപാട് നാളായി കണ്ടുകൊണ്ട് എന്നെ കണ്ടപ്പം തന്നെ ഒരു പുതിയൊരാളോട് പെരുമാറുന്ന രീതിയിലൊന്നുമല്ല, ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ്. രാവിലെ കാണുന്ന ഒരാളെ പോലെ ആദ്യം കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. നമ്മുടെ വീട്ടിലുള്ള ആൾ എന്നും കാണുന്ന ഒരു രീതിയിലാണ് ഞാൻ. അതെ, ആ ഒരു രീതിയിൽ തന്നെയാണ് എന്നോട് പെരുമാറിയതും. പിന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചാനലിൽ നിന്ന് പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഒരുപാടൊന്നും പറഞ്ഞു കൊടുക്കേണ്ടി വന്നിട്ടില്ല. വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ, കുറച്ച് കാര്യം പുതിയതായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നാലും ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ പിന്നെ ശ്രീരാജ് പഠിച്ചിട്ടാണ് ഓൾറെഡി വന്നത്. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ചാനൽ കണ്ടിട്ട് വന്നാൽ വളരെ ഈസി ആയിരിക്കും. അതെ, പിന്നെ തീർച്ചയായിട്ടും എനിക്ക് മെയിനായിട്ടുള്ള ഇഷ്യൂ ഉണ്ടായിരുന്ന നമ്മൾ ഒരു വണ്ടി ഓപ്പോസിറ്റ് വരുമ്പോൾ അല്ലെങ്കിൽ നല്ലൊരു വളവിൽ നമ്മൾ അറിയാണ്ട് റൈറ്റ് നോക്കി പോകും. ലെഫ്റ്റ് നോക്കി ഓടിക്കണം എന്നുള്ളൊരു ഇത് ഞാൻ മനസ്സിലാക്കിയത് ശരിക്കും ഇന്ന് ആണ്. അതുപോലെ ഞാൻ മെയിൻ ഒരു ഇഷ്യൂ ആയിരുന്നു എനിക്ക് ചെരുപ്പിട്ട് ഡ്രൈവ് ചെയ്തിട്ടില്ല ആദ്യമായിട്ട്. ഇന്നിപ്പോൾ സജേഷ് ചേട്ടനെ പെരുമ്പാവൂർ വന്ന് പിക്ക് ചെയ്യാൻ നേരത്തെ വീട്ടിൽ നിന്ന് ചെരുപ്പിട്ടിട്ടാണ് ഇറങ്ങി. ആദ്യമായിട്ടാണ് വണ്ടി ഓടിക്കാൻ, ഞാൻ ഓടിച്ചിട്ടില്ല അതിന് മുമ്പ്. പക്ഷേ ചേട്ടനെ കൂട്ടി ഇത്ര നേരം ഞങ്ങൾ കാലത്ത് തുടങ്ങിയത്. അപ്പോൾ 10 മണിക്ക് തുടങ്ങിയിട്ട് ഏതാണ്ട് ഈ ഒരു സമയം 5:30 മണിയായി. പെട്ടെന്ന് തന്നെ അത് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റി, കുഴപ്പമില്ല. ആദ്യമൊക്കെ അല്ലാണ്ട് ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. പക്ഷെ ഇന്ന് പെട്ടെന്ന് സെറ്റായി. പിന്നെ ഈ റൈറ്റ് സൈഡ് ഇഷ്യൂ അത് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. അറിയാണ്ട് നമ്മൾ നോക്കി തന്നെ നോക്കി പോകാം. നമ്മുടെ സൈഡ് മുട്ടുമെന്നായിരുന്നു നമ്മുടെ ചിന്ത. നമ്മൾ ലെഫ്റ്റാണ് ശരിക്കും നോക്കേണ്ടതെന്നുള്ളത് മനസ്സിലാക്കണതെന്നാണ്. അതേപോലെ സ്റ്റിയറിംഗ് തിരിക്കുമ്പോ ഗിയർ മാറ്റുന്ന സമയത്ത് സ്റ്റിയറിംഗ് പാളുന്ന ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ചെറുതായിട്ട് ഇങ്ങനെ സ്റ്റിയറിംഗ് വെട്ടി പോകുന്നുണ്ടായിരുന്നു. അപ്പം ഗിയറിൽ ഇതിനകത്ത് നമ്മൾ കൂടുതൽ കോൺസെൻട്രേഷൻ പോകുമ്പോൾ റൈറ്റിലേക്ക് ടേൺ ചെയ്ത് പോകും. ചെറിയൊരു ടിപ്പ് കൊണ്ട് അത് റെഡി ആയിട്ടുണ്ട്. അതെ, ആ പ്രശ്നം സോൾവ് ആയിട്ടുണ്ട്. പിന്നെ ഒറ്റയ്ക്ക് എടുത്തിട്ട് പിന്നെ പോകാന്നുള്ള ഒരു ധൈര്യത്തിലേക്ക് വന്നില്ലേ? പിന്നെ തീർച്ചയായിട്ടും. പിന്നെ കയറ്റത്തിൽ നിർത്തിയെടുക്കാനുള്ള അത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കി. എവിടെയെങ്കിലും ചെറിയ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു.
അതിപ്പം ഏകദേശം ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ പഠിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ചേട്ടൻ്റെ കൂടെ ഒരു ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് അവർക്ക് നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും. എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട്. നമുക്ക് ഇത് നമ്മുടെ ഒരു അനുഭവത്തിൽ നിന്നാണ് നമ്മൾ പറയുന്നത്. അതെ അതെ, ഇതിപ്പോ ഒരുപാട് പേർക്ക് ആണുങ്ങൾക്ക് ഞാൻ ക്ലാസ് കൊടുത്തിട്ടുണ്ട്. എന്റെ ഫീഡ്ബാക്ക് വീഡിയോസ് പഴയതൊന്ന് കണ്ടാൽ മതി. ഞാൻ ശ്രീരാജോട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, എന്റെ ഫീഡ്ബാക്ക് വീഡിയോസ് പഴയതൊക്കെ എടുത്ത് നോക്കണം. എത്ര ആണുങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ആർക്കൊക്കെ ഫീഡ്ബാക്ക് തരാൻ മടിയുണ്ടായിട്ടില്ല. പക്ഷെ എറണാകുളത്ത് വന്ന സമയത്താണ് ഭയങ്കര ചമ്മലും മടിയൊക്കെ. അപ്പം ഇപ്പൊ ശ്രീരാജ് ഇതാ ധൈര്യത്തോടെ നിങ്ങളുടെ മുമ്പിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ ഇന്ന് പറയും. അപ്പൊ ആളിപ്പോ പറഞ്ഞു. അപ്പം നിങ്ങൾ അങ്ങനെ ആരും വിചാരിക്കണ്ട. എനിക്ക് കോള് വന്നാൽ ഞാൻ ഏതും അറ്റൻഡ് ചെയ്യും. അത് ഞാൻ ആണാണോ പെണ്ണാണോ അല്ലെങ്കിൽ സ്ത്രീയാണോ പുരുഷനാണോ നോക്കിയിട്ടൊന്നും അല്ല അറ്റൻഡ് ചെയ്യുക. എല്ലാ കോളും അറ്റൻഡ് ചെയ്യും. അധികം പേടിയുള്ളത് സ്ത്രീകളാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവർ കൂടുതൽ വരുന്നത്. നമ്മൾ ഒരാൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുമ്പോൾ അവര് സ്ത്രീയാണോ പുരുഷനാണോ നോക്കിയിട്ട് പ്രത്യേക ക്ലാസ് ഒന്നും അല്ല, അയാളെ മനസ്സിലാക്കിയിട്ടാണ് ക്ലാസ് കൊടുക്കുന്നത്. ഒരേ ടൈപ്പ് എന്ന് വിചാരിച്ച് നിങ്ങൾ വിചാരിക്കേണ്ട എല്ലാവരോടും ഒന്നാണ് പറയുന്നത്. അതല്ല, ഇവരോട് പറഞ്ഞ പോലെ ആയിരിക്കില്ല നാളെ വേറൊരാളോട് പറയുക. എന്താ വെച്ചാൽ നമുക്ക് 1 മണിക്കൂർ ഇവരുടെ കൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ മനസ്സിലാവും എന്താണ് ഇവരുടെ പ്രശ്നം. അത് സോൾവ് ചെയ്യാനാണ് നമ്മൾ നോക്കുക. അല്ലാണ്ട് മൊത്തം ഇത് പറഞ്ഞു കൊടുക്കാൻ പരീക്ഷയ്ക്ക് പഠിക്കുന്നൊന്നുമല്ല. അവരെ പ്രോബ്ലം എന്താണ് അതാണ് ആക്ച്വലി ആദ്യം നോക്കുക. ആദ്യത്തെ 1 അവറിൽ അതൊക്കെ നോക്കും. അതിനുള്ള സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവര് ഹാപ്പിയാണ്. അത്രയല്ലേ ഉള്ളൂ. അല്ലാണ്ട് പിന്നെ നമ്മൾ ഒരു പരീക്ഷയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതോ കാര്യങ്ങളോ ഒന്നും അല്ല. പ്രാക്ടിക്കലി ഇവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട് അതൊക്കെ സോൾവ് ചെയ്ത് കൊടുക്കുക. അതിനുള്ള എന്തൊക്കെ ടിപ്സാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് അത് കൊടുക്കുക. ഇപ്പം ശ്രീരാജിനെ സംബന്ധിച്ചിടത്തോളം അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ടായി. അത് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ ഓക്കെ ആയി. പിന്നെ വെച്ചാൽ നമ്മളിപ്പോ ഒന്നിച്ച് വന്നേ ഉള്ളൂ. വേറെ കൂടുതലായിട്ട് പറയാനൊന്നും ഉണ്ടായിട്ടില്ല. ഇതിനകത്ത് കാര്യം ചെറിയ ചെറിയ കാര്യങ്ങളുള്ളൂ. നമ്മൾ ആലോചിക്കുമ്പോൾ ഇപ്പൊ എനിക്ക് തന്നെ തോന്നി ചെറിയ സിമ്പിൾ കാര്യങ്ങളാണ്. പക്ഷെ അത് അറിയണം. നമ്മൾ അത് അറിഞ്ഞിരുന്നാലാണ് നമുക്ക് ഒരു പ്രോപ്പറായിട്ട് ഈ വണ്ടി അങ്ങനെ സേഫായിട്ട് കൊണ്ടുപോകാന്നുള്ള ഒരു ഇത് കിട്ടുള്ളൂ. അത് അറിയാണ്ട് നമ്മളിങ്ങനെ എന്നും ഒരേ തോതിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാവും തോന്നുന്നു. ചെറിയ കാര്യങ്ങളാണെങ്കിൽ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാമെന്ന് എനിക്ക് ഉള്ളിലൊരു കോൺഫിഡൻസ് കിട്ടും. പിന്നെ എത്രയോ വർഷമായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആളുകളും ഇപ്പോഴും തെറ്റായിട്ട് ഡ്രൈവ് ചെയ്യുന്നവരുണ്ട്. 5 വർഷം 10 വർഷമൊക്കെ ഡ്രൈവ് ചെയ്ത ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരും തെറ്റായിട്ട് പലപ്പോഴും ചെയ്യും. കാരണം എന്താ വെച്ചാൽ അവർ അന്നും പഠിച്ചിട്ടില്ല ഇന്നും പഠിച്ചിട്ടില്ല. അതാ ഒരു തോതിൽ തന്നെ എത്ര പേരെ കണ്ടു. എത്ര പേരെ കണ്ടു. അത് ഞാനിപ്പം ശ്രീരാജോട് ഞാനത് വരുന്ന വഴിക്ക് മൊത്തം സംസാരിച്ചത്. എത്ര ആള് തെറ്റായിട്ട് ഡ്രൈവ് ചെയ്യുന്ന കണ്ടു ശ്രീരാജ്. എത്ര പേര് ഡ്രൈവ് ചെയ്യുന്ന കണ്ടു. ഒരു നിമിഷത്തിന്റെ വ്യത്യാസത്തിലൊക്കെ രക്ഷപ്പെട്ടിട്ട് വന്നിട്ടുണ്ട് നമ്മള്. എന്താ വെച്ചാൽ അതുപോലെയൊക്കെ ആയിരുന്നു പലരുടെയും ഡ്രൈവിങ്. ശരിക്കും പേടി മോശക്കാരാന്നുള്ള രീതിയിലല്ല, പക്ഷെ അപകടം വരും. അത് തന്നെ അപകടം വരും. ചെറിയൊരു ശ്രദ്ധക്കുറവ് കൊണ്ട് തന്നെ ഒരു ഭയങ്കര വലിയ അപകടങ്ങൾ. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് റോഡിലുള്ളത്. പല ആളുകളും തെറ്റായിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അത് ഒരുപക്ഷെ ക്ലാസ് കഴിഞ്ഞ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അവര് തെറ്റല്ലേ ഇവര് തെറ്റല്ലേ. അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വേണം. നിങ്ങൾ നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യാം. അപ്പം ശ്രീരാജ് ഇപ്പം ഇനി നല്ല കോൺഫിഡൻസോടുകൂടി ഡ്രൈവ് ചെയ്യും. അതിപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നുവെച്ചാൽ ഓടിക്കുന്ന സമയത്ത് അങ്ങനെയൊന്നും തോന്നിയിട്ടേ ഇല്ല. എനിക്ക് പഠിക്കുന്ന ഒരാളാണെന്നേ തോന്നിയിട്ടില്ല. തിരിച്ചു വരുന്ന സമയത്ത് രാവിലെ എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നിയിരുന്നു. പിന്നീട് വളരെ കൂളായിട്ട് വണ്ടി എടുത്തു. അപ്പം ഹാപ്പി അല്ലേ? പിന്നെ തീർച്ചയായിട്ടും ഞാനിപ്പോ ഒരു സ്ഥിരം ചോദ്യം ചോദിച്ചാൽ ഹാപ്പി അല്ലേ? എനിക്കറിയാം പിന്നെ ശ്രീരാജ് ഹാപ്പി ആണെന്ന്. അപ്പം ഇങ്ങനെയുള്ള എന്താ പറയേണ്ടത് പേടിയുള്ള ആളുകൾക്കൊക്കെ നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാം കേട്ടോ. എൻ്റെ വാട്സപ്പ് നമ്പർ 9400600735. 90 days പ്രീ ബുക്കിംഗ് ആണ്. 90 ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യണം. പിന്നെ അതിന് എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ് ഓൾറെഡി ഫുള്ളാണ്. അതുവരെയുള്ള ഡേറ്റ് ഒക്കെ ഫുള്ളാണ്. അപ്പോൾ ഇതേപോലെയുള്ള ഫീഡ്ബാക്ക് വീഡിയോസൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പിന്നെ എറണാകുളത്ത് വന്നിട്ട് ജ്വല്ലറി ഐറ്റംസ് ഒക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മളെ ശ്രീരാജ് ഭായിനെ കോൺടാക്ട് ചെയ്യാം. ജ്വല്ലറിയുടെ പേരെന്തായിരുന്നു? KP ചാക്കോ. അപ്പം അവിടെ പോയി കഴിഞ്ഞാൽ മൂപ്പര് നേരിട്ട് കാണാം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് കിട്ടുമെങ്കിലും വാങ്ങിച്ചോ. അപ്പോൾ എന്തായാലും പിന്നെ ഇതുപോലെയുള്ള കൂടുതൽ ഫീഡ്ബാക്സ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.